ഞാൻ ഡോക്ടർ കുലിയോപോൾ, ഡെർമറ്റോളജിസ്റ്റ് ആണ് ഇവിടെ ഗ്രേസ് ആൻഡ് ഗ്ലോ സ്കിൻ ക്ലിനിക്കിൽ. ഇവിടെ നമ്മൾ മെയിൻലി ഡീൽ ചെയ്യുന്ന ഇഷ്യൂസ് ആണ് സ്കിൻ റിലേറ്റഡ് ഇഷ്യൂസ്, ഹെയർ ഫോൾ, സമയത്തിനനുസരിച്ച്, പ്രായം അനുസരിച്ച്, കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് എല്ലാവരുടെയും സ്കിന്നിന് ചേഞ്ചസ് ഉണ്ടാവും. അതിനനുസരിച്ച് അസുഖങ്ങളും ഫേസ് ചെയ്യും. സോ ഹിയർ വി ഗിവ് എ ഹോളിസ്റ്റിക് അപ്രോച്ച്. ഫസ്റ്റ് ഓഫ് ഓൾ നോയിങ് വാട്ട് ഇസ് ദ കോസ് ആൻഡ് ദെൻ വി സ്റ്റാർട്ട് വിത്ത് ദ ട്രീറ്റ്മെന്റ്. നമുക്കിവിടെ സ്കിന്നിന് ബ്രൈറ്റനിങ് ട്രീറ്റ്മെന്റ്സ് ഉണ്ട്, ലേസർ ട്രീറ്റ്മെന്റ്സ് ഉണ്ട്, സ്കാർ ട്രീറ്റ്മെന്റ്സ് ഉണ്ട്, MNR, CO2 ലേസർ, ഈവൻ ബ്രൈഡ്സിന് വേണ്ടിയിട്ട് ഹൈഡ്രാ ഫേഷ്യൽസ്, അങ്ങനെ പലതരത്തില് ബേസിക് ടു കോംപ്ലക്സ് ട്രീറ്റ്മെന്റ്സ് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഹെയർ ലോസിന് വേണ്ടിയിട്ട് PRP, GFC, autosomal, exosomes, almost all kinds of treatments we provide here. We go through a holistic approach here and we find the apt solutions for them at our maximum effort. സ്ഥാനാർത്ഥിയോടൊപ്പം എന്ന പരിപാടിയിൽ 2ാം ഡിവിഷൻ LDF സ്ഥാനാർത്ഥി ഷക്കീല സൈഫുദ്ദീനാണുള്ളത്. വാർത്തയിലേക്ക്. ഇന്ന് സ്ഥാനാർത്ഥിയോടൊപ്പം എന്ന പരിപാടിയിൽ നമ്മോടൊപ്പമുള്ളത് നഗരസഭ 2ാം ഡിവിഷൻ LDF സ്ഥാനാർത്ഥി ഷക്കീല സൈഫുദ്ദീനാണ്. രാവിലെ മുതൽ തന്നെ പ്രവർത്തകരോടൊപ്പം ഭവന സന്ദർശനത്തിന്റെ തിരക്കിലായിരുന്നു സ്ഥാനാർത്ഥി ഞങ്ങൾ ചെല്ലുമ്പോൾ. നമസ്കാരം. ഞങ്ങളുടെ ചാനലിൽ സ്ഥാനാർത്ഥിയോടൊപ്പം എന്നുള്ളൊരു പരിപാടിയുണ്ട്. ആ പരിപാടിയുടെ ഭാഗമായിട്ട് നഗരസഭ 2ാം ഡിവിഷനിലെ LDF സ്ഥാനാർത്ഥി ഷക്കീല സൈഫുദ്ദീന്റെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പങ്കുവെക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ എത്തിയത്. ഇപ്പൊ തെരഞ്ഞെടുപ്പ് പ്രചരണം പിന്നെ ഒരാഴ്ച എത്ര ഘട്ടം പിന്നിട്ടു? ഇപ്പൊ 2ാം ഘട്ടത്തിലേക്ക് കടന്നു. 2ാം ഘട്ടത്തിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണം കടക്കുമ്പോൾ ഈ ഭവന സന്ദർശനത്തിനിടയിൽ വോട്ടർമാരുടെ പ്രതികരണം എന്താ? നല്ല രീതിയിലുള്ള പ്രതികരണമാണ്. ചെല്ലുന്നവർക്കൊക്കെ നല്ല അംഗീകാരം കിട്ടുന്നുണ്ട്. പിന്നെ ഈ നമുക്കറിയാലോ, ഇത് ഇവിടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ മത്സരിച്ച് മത്സരത്തിനിടയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി ജയിച്ചു കയറിയ ഒരു ഡിവിഷനാണ്. അപ്പൊ ഈ വോട്ടർമാര് ഈ ഡിവിഷന്റെ പോരായ്മകളെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരു LDF സ്ഥാനാർത്ഥി എന്ന നിലയിൽ സംവദിക്കാറുണ്ടോ, പറയാറുണ്ട്. വെള്ളത്തിന്റെ കാര്യങ്ങളാണ് ഏറ്റവും കുടിവെള്ള പ്രശ്നമാണല്ലോ. അത് ഞാനൊരു ആശാ വർക്കർ ആയതുകൊണ്ട് പല പ്രശ്നങ്ങളിലും ഇടപെട്ട് പോയിട്ടുണ്ട്. ചില കാര്യങ്ങൾക്ക് മുണ്ടാതെ നിൽക്കാനേ നിവർത്തിയുണ്ടായിട്ടുള്ളൂ. പക്ഷെ എനിക്ക് ഏറ്റവും വലുത് എൻ്റെ ഡിവിഷനിലെ അംഗങ്ങൾക്ക് നല്ല രീതിയിലുള്ള എപ്പോഴും മലിനജലം വന്ന് ഡെങ്കിപ്പനി, ഞാൻ ആശാ വർക്കർ ആയതുകൊണ്ട് കുറേ വർത്തമാനങ്ങൾ ഞാൻ പല സ്ഥലത്തുനിന്നും കേട്ടിട്ടുണ്ട്. അപ്പൊ അതിലൊന്നും ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. എന്നാലും ഞാൻ വേണ്ടത്ര ശ്രദ്ധ ഹെൽത്തിന് അറിയിക്കാറുണ്ട്. പക്ഷേ എനിക്ക് ഇങ്ങനൊരു സ്ഥാനം കിട്ടിയാല് എന്നെ കൊണ്ടാവുന്ന രീതിയിലുള്ള പിന്നെ സമരമുറ എന്താണെന്ന് വെച്ചാൽ ചെയ്ത് ഇതിന് പരിഹാരം ഉണ്ടാക്കും. പിന്നെ അതുപോലെ തന്നെ ഭവനം, കുറെ പേർക്ക് ഭവനങ്ങളില്ല 2ാം ഡിവിഷനിൽ. പിന്നെ കുറെ പേര് കയറിയിട്ടുള്ള ലിസ്റ്റിൽ കുറെ പേര്, വളരെയധികം പേർക്ക് ഭവനമില്ലാത്തവരുണ്ട്. അപ്പൊ അതിനൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയെങ്കിൽ അവരെ കൂടെ നിന്ന് ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം. ഈ ഡിവിഷനില് മഞ്ഞപ്പിത്തം മരിച്ച സംഭവം വരെ ഉണ്ടായിട്ടുള്ള ഡിവിഷനാണെന്നുള്ള പ്രത്യേകത ഉണ്ട് 2ാം ഡിവിഷനിൽ. കുടിവെള്ളത്തിന്റെ പ്രശ്നങ്ങൾ തന്നെയായിരുന്നു. കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് ആവശ്യമായ സംവിധാനങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ വോട്ടർമാരോട് ഷക്കീല സൈഫുദ്ദീൻ പറയാനുള്ളത്. ഈ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഭവനത്തിന്റെ പ്രശ്നം പറഞ്ഞല്ലോ. ഇപ്പൊ നമുക്കറിയാം, സംസ്ഥാന സർക്കാരിന്റെയും കൊച്ചി നഗരസഭയുടെ നേതൃത്വത്തില് എനിക്കൊണ്ട് ലോകത്തിന് അല്ലെങ്കിൽ ഇന്ത്യക്ക് തന്നെ മാതൃകയായിട്ടുള്ളൊരു ഭവന പദ്ധതിയായിരുന്നു ഈ തുരുത്തി ടവർ പദ്ധതി. അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടൊരു പദ്ധതിയാണ്. ആ പദ്ധതിയിൽ പോലും ഈ 2ാം ഡിവിഷനിലെ ഭവനരഹിതരായ ആളുകൾക്ക് ഭവനം കിട്ടിയിട്ടില്ലെന്നാണോ സ്ഥാനാർത്ഥി എന്നതിനെ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയൊന്നല്ല, കുറെ പേരെ ലിസ്റ്റുകൾ കയറിയിട്ടുണ്ട്. ഞാൻ ഒരു 10-20 വർഷത്തോളായി കുടുംബശ്രീയിൽ പ്രവർത്തിക്കുന്നത്. പല ലിസ്റ്റുകളും നമ്മളതിൽ വരുന്നുണ്ട്, നമ്മളത് കൊടുക്കാറുണ്ട്. കുറെ പേരെ ലിസ്റ്റുകൾ കയറിയിട്ടുണ്ട്, കുറെ പേർക്ക് കയറിയാത്തവരുണ്ട്. അപ്പോൾ നമ്മളെ ഡിവിഷനിൽ താമസിക്കുന്ന ആളുകൾക്ക് അതിൽ മുൻഗണന വെക്കണമെന്ന് എനിക്ക് വലിയൊരു അഭിപ്രായമുണ്ട്. അതിന് പറ്റിയ കാര്യങ്ങൾ ഞാൻ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. എല്ലാവർക്കും ഏറ്റവും വലിയതാണ് പഠിച്ചോന്റെ ഇതില് ഒരു ഭവനം. അത് നമ്മളെ ഡിവിഷനിലുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ലിസ്റ്റ് പൂർണ്ണമായിട്ടില്ല. ലിസ്റ്റ് കുറെയൊക്കെ അന്ന് അംഗീകരിച്ചതുണ്ട്. ഇനിയും കിട്ടാത്തവർക്ക് ഉൾപ്പെടുത്തി അത് നന്നായിട്ട് ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. മനസ്സിലായി? ഇനിയും 100 ചില്ലാനം പേരോളം പുറത്തു കിടക്കുന്നവരുണ്ട്. അവരെയും കൂടി അകത്ത് കയറ്റി ഇതില് ഒരു മാനദണ്ഡം കൊടുക്കണത്ത് അവരെയും കൂടി നമ്മുടെ ഡിവിഷനിൽ അത് നമ്മളെ ഡിവിഷനിൽ വരുന്ന പദ്ധതിയിൽ നമ്മളെ ആളുകളെ മുൻതൂക്കം കൊടുക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാൻ. 2ാം ഡിവിഷൻ ഇക്കുറി ഇടതുപക്ഷത്തേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഷക്കീല സൈഫുദ്ദീൻ തന്റെ
പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരും ഒറ്റക്കെട്ടായി ഷക്കീല സൈഫുദ്ദീനോടൊപ്പം ഉണ്ട് എന്നാണ് സ്ഥാനാർത്ഥി വ്യക്തമാക്കുന്നത്. ഇക്കുറി ഡിവിഷൻ ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥി. ഷക്കീല സൈഫുദ്ദീന്റെ വാക്കുകളിലേക്ക്. ഇപ്പൊ രണ്ടാം ഡിവിഷനില്, പഴയ രണ്ടാം ഡിവിഷനല്ലത്, ഒരു രണ്ടാം ഡിവിഷനില് ഇത് പഴയ 28 അതായത് ഇപ്പോഴത്തെ 75 നമുക്ക് പറയാം, അവിടുന്ന് ഒരു വലിയ ഭാഗം ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ട്. ആ കയറി വരല് വല്ല ആശങ്ക ഉണ്ടാക്കുന്നത്? ഒരാശങ്കയും ഇല്ല. എന്താണെന്ന് വെച്ചാല് എല്ലാവരും നമ്മള് അദ്ദേഹത്തിന് എന്ന് പറയുമ്പോൾ ജാതി മതഭേദമില്ലാതെ നമ്മൾ അവരുടെ കൂടെ നിന്ന് പ്രവർത്തിക്കണം. എന്താണെന്ന് വെച്ചാൽ ഞാൻ സ്ഥാനാർത്ഥിയാകുന്നതിന് മുമ്പ് തന്നെ ഒരു 10ഓളം അയൽക്കൂട്ടങ്ങൾ അവിടെ നിന്ന് വന്നിട്ടുണ്ട്. അതിൽ 6 എണ്ണം പ്രവർത്തിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോഴും ഞാൻ ആ 4 എണ്ണം ഉയർത്തി കൊണ്ടുവരണം എന്നാണ് അപ്പോഴും ഞാൻ തീരുമാനം എടുത്തത്. അത് കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് പോലെ തന്നെ സ്ഥാനാർത്ഥിയാണെന്ന് അറിയുന്നത്. അതിന് വളരെ സന്തോഷമുണ്ട്. അത് കാരണം എനിക്ക് അവിടെ ചെന്ന് പറയാനുള്ള നേരം കിട്ടിയിട്ടില്ല. ഇപ്പൊ സ്ഥാനാർത്ഥി ആയതിന്റെ പേരിൽ എനിക്ക് കുടുംബശ്രീയിൽ അങ്ങനെ കയറി പറയാനും പറ്റൂല, ഓരോരോ ഗ്രൂപ്പ്. അപ്പൊ അതുകൊണ്ട് ഇത് കഴിഞ്ഞാൽ എന്തായാലും ഞാൻ കുടുംബശ്രീയെ ശാക്തീകരിക്കുക എന്നുള്ളത്, ഡിവിഷനിലെ കുടുംബശ്രീയെ ശാക്തീകരിക്കുക എന്നുള്ളതാണ് സ്ഥാനാർത്ഥി എന്ന നിലയില് ഷക്കീലയുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന്. ഇപ്പോ ഞാൻ പറയുന്നത് അവിടെ BJPക്ക് വലിയ മെജോറിറ്റി ഉള്ള ഒരു പ്രദേശമാണ് ഈ ഡിവിഷനിലേക്ക് കയറി വന്നിട്ടുള്ളത്, 6-ാം ബൂത്തിൽ. അപ്പൊ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി സ്ഥാനാർത്ഥികൾ ഈ പ്രദേശത്ത് നിന്ന് തന്നെ മത്സരിക്കുന്നുണ്ട്. അതായത് ഇപ്പുറത്തെ പ്രദേശത്ത് നിന്ന് അവിടുന്ന് ഒരു സ്ഥാനാർത്ഥിയേ ഉള്ളൂ, ഇവിടുന്ന് ഒത്തിരി സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. ഒരു രാഷ്ട്രീയം വെച്ച് നോക്കുമ്പോൾ പിന്നെ അങ്ങനെ, അതായത് BJPക്ക് ഒരു മെജോറിറ്റി കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ള ആശങ്ക വോട്ടർമാർക്കുണ്ട്, അതായത് പൊതുജനങ്ങൾക്കിടയിലുണ്ട്. കാരണം ഒരു മെജോറിറ്റി അവിടെ കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ള പൊതു സംസാരം, നമ്മുടെ ആശങ്കയല്ല, പൊതു സംസാരം അങ്ങനെ വന്നാല്. കാരണം ഇവിടുന്ന് കുറെ അധികം സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് വോട്ട്, അപ്പൊ ഒരു പൊതു സംസാരം, ആശങ്കയ്ക്കുപരി ഒരു പൊതു സംസാരമുണ്ട്. അങ്ങനെ വരുമെന്ന് സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഷക്കീലേക്ക് വല്ല ഒരിക്കലും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. എന്താണെന്ന് വെച്ചാല് അവിടെ 1000 ചില്ലാനം വോട്ടുകൾ ഉണ്ടെന്ന് പറയുന്നു. അതിൽ എല്ലാവരും BJP ആകണമെന്നില്ലല്ലോ. പിന്നെ ഇങ്ങനെയുള്ള വോട്ടുകളില് വ്യക്തികളെയാണ് കൂടുതലായിട്ട് നോക്കുന്നത്. അത് അവര് ഈ BJP സ്ഥാനാർത്ഥിയും ഷക്കീല സൈഫുദ്ദീൻ അല്ലെങ്കിൽ നിർത്തുന്ന സ്ഥാനാർത്ഥികളുടെ പ്രവർത്തനം മൂലം ആയിരിക്കും വിലയിരുത്തുന്നത്. അപ്പൊ എനിക്ക് അങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല BJP കയറി വരുമെന്ന് ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല. അവിടെ സന്ദർശനത്തിന് പോയിരുന്നില്ല, അവിടെ പോയിരുന്നു. എല്ലാവരും തീർച്ചയായും. പക്ഷെ എനിക്ക് വലിയൊരു അംഗീകാരമാണ് അവിടെ കിട്ടിയേക്കുന്നത്. പിന്നെ ഞാൻ എന്ന് പറഞ്ഞാല് ആശാവർക്കറും കൂടിയാണ്. പാലിയേറ്റീവ് കെയർ, ഹോം കെയർ പല സ്ഥലത്തും ചെയ്യാറുണ്ട്. തീർച്ചയായും ഇല്ല, ഹോം കെയർ വരുമ്പോൾ എല്ലാ ഭാഗത്തും അത് എല്ലാ ആശാവർക്കർമാർക്കും അറിയാം. ഹോം കെയർ വരുമ്പോ നമ്മൾ എല്ലായിടത്തും പോകണം. അപ്പൊ ഓരോരോ സ്ഥലത്ത് ചെന്നാലും സത്യം പറഞ്ഞാൽ എനിക്ക് രോഗികളെ കാണുമ്പോ തന്നെ ആകെ ഇത് തെറ്റും, പ്രഷർ ഇത്തിരിയൊക്കെ കൂടും. എന്താണെന്ന് വെച്ചാൽ ദൈവത്തിന്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് നമ്മളെ പോലെയുള്ളവര് ഒന്നുമില്ലാതെ ഇങ്ങനെ നടക്കുന്നത്. നമ്മൾ രോഗികളെ കാണുമ്പോൾ നമുക്ക് അതിനുള്ള ഒരു വിഷമങ്ങളും കാണും. പക്ഷെ എനിക്ക് അവിടെ ചെന്നപ്പോൾ ഓരോരോ സ്ഥലത്ത് കയറുമ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാല് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് കുറെ സ്ഥലങ്ങള്, അതിന്റെ ഉൾഭാഗങ്ങള് ഇപ്പോഴും തീർന്നിട്ടില്ല. ഇനി ഉച്ചക്ക് ശേഷം അവിടെ ഇറങ്ങണമെന്നാണ് ഞാൻ വിചാരിച്ചേക്കുന്നത്. അപ്പൊ അവിടെ കുറെ മാറ്റങ്ങൾ വരാനുണ്ട്. അത് നമ്മൾക്ക് എന്തെങ്കിലും കിട്ടിയാലേ നമുക്ക് അവർക്ക് മാറാൻ പറ്റുള്ളൂ. സുഖമില്ലാത്ത കുട്ടികൾ, കിടപ്പിലായ രോഗികൾ, പല കാര്യങ്ങളുണ്ട്. അത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും എന്റെ ഡിവിഷൻ എന്നുള്ള അതായത് ഷക്കീല സ്ഥാനാർത്ഥി എന്ന നിലയില് ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും തീർച്ചയായും എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ആശാവർക്കറും പൊതുപ്രവർത്തകയൊക്കെയാണ്. അപ്പൊ നമ്മളോട് ഒരു സമീപിക്കും എന്നുള്ള രീതിയിലാണ് നമ്മൾ കണ്ടേക്കുന്നത്. ചെന്നോടത്തൊക്കെ നല്ല അത് അഭിപ്രായം. ഈ ജനം, നമ്മുടെ വോട്ടർമാര്, 2ാം ഡിവിഷനിലെ വോട്ടർമാര് അവരുടെ അംഗീകാരം ഷക്കീല സൈഫുദ്ദീന് തരികയാണെന്ന് വിചാരിച്ചു. അതായത് വോട്ട് എണ്ണി കഴിയുമ്പോൾ ഒരുപക്ഷെ ഷക്കീല സൈഫുദ്ദീൻ വിജയിച്ചു എന്ന് വിചാരിച്ചു, കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ ഡിവിഷന് വേണ്ടി ചെയ്യാൻ പ്രത്യേകമായി വല്ല പദ്ധതിയും പല കാര്യങ്ങളുണ്ട്. കിടപ്പിലായ രോഗികൾക്ക് നമ്മളിപ്പോ ചെയ്യുന്നത് പോലെയല്ല. ഓരോരോ വീട്ടുകളിൽ നമ്മൾ എന്ത് കൊടുത്താലും തികയൂല, അറിയാല്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ അതാണ്. ഓരോ വീട്ടുകളിലും ചെല്ലുമ്പോൾ ഓരോ രീതിയിലാണ് വിഷമങ്ങൾ. ഞാനൊരു ആശാവർക്കർ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എല്ലാം അറിയാൻ പറ്റുന്നത് പല വീടുകളിൽ ചെല്ലുമ്പോൾ. അപ്പൊ എൻ്റെ ഇപ്പോൾ സിസ്റ്റർമാരും ഉണ്ടാവും 2 പേര്, അവർക്കറിയാം. പിന്നെ ഞാൻ എന്തൊക്കെ അവിടെ ചെയ്യുന്നുണ്ട്, എന്നെ കൊണ്ടാവുന്നത് ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അവർക്കറിയാം.
അപ്പൊ അതുകൊണ്ട് കിടപ്പിലായ രോഗി തന്നെയല്ലേ, വീടില്ലാത്തത്, കുടിവെള്ളം എല്ലാം നമുക്ക് അവരൊപ്പം നിന്നിട്ട് അവരിലൊരാളാണ് അതായത് സമസ്ത മേഖലകളിലും നിന്നുകൊണ്ട് പ്രത്യേകം ഒരു പദ്ധതിയല്ല, മറിച്ച് എല്ലാ മേഖലകളിലും പുരോഗതി എന്നാലേ ഇനിയും നമ്മളെ കൈപിടിച്ച് ഇടപെടലുകൾ നടത്തും. തീർച്ചയായും എന്നാലേ ഇനിയും നമ്മളെ മുന്നോട്ട് പോകാന് അനുവദിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഏത് കാര്യങ്ങൾക്കും ഞാൻ മുൻപന്തിയിൽ നിൽക്കും. എൻ്റെ ജീവിതാവസാനം വരെ പൊതുപ്രവർത്തനം എല്ലാ കാര്യങ്ങളും ഭംഗിയാക്കണമെന്നുള്ള ആഗ്രഹം. ഈ ഡിവിഷനൊരു പ്രത്യേകത എന്താണെന്നറിയോ? ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ പെട്ടെന്ന് കൈനീട്ടി സ്വീകരിക്കുന്ന ഒരു പ്രത്യേകത ഈ ഡിവിഷനുണ്ട്. ഇത്തവണ അതുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഇത്തവണ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയാണല്ലോ. ഞാൻ ഒരു പാർട്ടിന്റെ ഒരു പ്രസ്ഥാനത്തിന്റെ ആളാണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ LDF എനിക്കൊരു സീറ്റ് LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി, അതായത് പാർട്ടിയുടെ രീതിയിൽ തന്നെ നിൽക്കുന്ന ആളാണ്. എന്തായാലും എനിക്കൊരു പ്രതീക്ഷയുണ്ട്. നമ്മളെ ഭരണം വന്നിട്ട് പല പല അനുകൂല പെൻഷൻ സാധാരണക്കാർക്ക് ഇപ്പൊ 35 വയസ്സിന് മേലെയുള്ള ആളുകൾക്കും വീട്ടമ്മമാർക്കും ഒക്കെ പെൻഷൻ കാര്യങ്ങള്, അപ്പൊ അതൊക്കെ ചെയ്യാൻ പറ്റാണ്ട് ഇതിൽ കൂടുതൽ ഇനി ആനുകൂല്യങ്ങൾ വന്നുകൊണ്ടിരിക്കും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന്. അപ്പൊ അതുകൊണ്ട് പലതും നമുക്ക് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് വലിയ സന്തോഷമുണ്ട്. എന്താണെന്ന് വെച്ചാൽ LDFന്റെ ഒരു സ്ഥാനാർത്ഥിയാകുന്നത് അംഗീകാരം തന്നതിന് വളരെ സന്തോഷമുണ്ട്. അതാണ് ഏറ്റവും പ്രാധാന്യം. പിന്നെ അവരെ കൂടെ നിന്ന് എന്തെങ്കിലുമൊക്കെ എനിക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റും. ഈ പ്രവർത്തകര് വലിയ രീതിയിൽ പിന്നെ ഷക്കീല സൈഫുദ്ദീനെ പിന്തുണച്ച് മുന്നോട്ട് വരുന്നുണ്ടോ? എന്റെ ഒപ്പം എല്ലാവരും ഇത്തിരിയൊക്കെ ഏറ്റക്കുറച്ചിലുണ്ടെങ്കിലും ബാക്കിയുള്ളവര് സദാസമയം അങ്ങനെയല്ല, ചെറിയ ചെറിയ രംഗത്തുണ്ടാവുമല്ലോ. അതല്ലാണ്ട് എനിക്ക് എന്റെ ഒപ്പം ഉള്ളവർ ആത്മാർത്ഥമായി നമ്മൾ ഒറ്റക്കെട്ടായി നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. അത് വിജയിക്കുമെന്നാണ് എനിക്ക് പ്രതീക്ഷ. അതെ, തീർച്ചയായും തുടങ്ങിയ പോലെയല്ല, നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇത്ര ആളുകൾ കൂടെ കണ്ടപ്പോൾ തന്നെ അതിന്റെ ഒരു പ്രത്യേക ഒരു പ്രകടമായിട്ടുള്ള ഒരു ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ടാണ് ഇന്ന് കുറഞ്ഞു പോയി. സ്ത്രീകള് ഈ പറഞ്ഞോട്ട് സ്ത്രീകള് 10-20 അതന്നെ 10-25 പേര് വരും. ചിലപ്പോ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഉച്ച കഴിഞ്ഞ് ഇറങ്ങാന്നാണ് ഓർത്തത്. പിന്നെ എന്റെ അടുത്ത പരിസരമല്ലേ 12 മണിക്കുള്ളിൽ അവസാനിപ്പിക്കാന്ന് ഓർത്ത് ഉള്ള കൂട്ടുകാരികളായിട്ട് ഇറങ്ങിയേക്കണേ. ഇതിനേക്കാൾ കൂടുതൽ ആളുകളാണ് എല്ലാ ദിവസവും. അപ്പൊ നഗരസഭ 2ാം ഡിവിഷൻ പിടിച്ചെടുക്കാൻ, അതായത് LDFന്റെ മേൽക്കോയ്മ വരുത്തുവാൻ വേണ്ടി ഇവിടെ മുന്നണി തീരുമാനിച്ചിരിക്കുന്നത് ഷക്കീല സൈഫുദ്ദീൻ എന്ന സ്ഥാനാർത്ഥിയാണ്. തീർച്ചയായും ഷക്കീല സൈഫുദ്ദീന് അതിന് കഴിയട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.